പണ്ട് മുതലേ ഒന്നിനെയും ഉപദ്രവിക്കാതെ വിടുന്നൊരു പരിപാടി എനിക്കില്ലായിരുന്നു. ഇനി ചെമ്പരത്തിയിൽ 10-12 പൂക്കളൊക്കെ വിരിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് വീഡിയോ എടുക്കാൻ നല്ല സമയം. ചെമ്പരത്തിയുടെ പുതിയ തൈ ദാണ്ടെ വളർന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തും ഒരു 10-12 പൂക്കൾ വേണം. പണ്ട് എപ്പോഴും ഞാൻ പാട്ട് പാടിക്കൊണ്ടിരുന്ന ഇപ്പോഴും ഒരു വൈബായിരുന്ന ആ സ്ഥലത്ത് കുറേ ചെടികൾ കിളിച്ചു വന്നു. ഭയങ്കര കാറ്റ്. വീഡിയോ എടുത്തു കഴിഞ്ഞിട്ടാണ് കറക്റ്റ് സമയം വന്നത്. കൊടുങ്കാറ്റായിപ്പോയി. പിന്നെ പള്ളിമേടയുടെ മണ്ടയിൽ നിന്ന് പ്രാവുകൾ ഒച്ച ഉണ്ടാക്കുന്നുണ്ട്. ഈ ഇഞ്ചി ഇത് നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഇഞ്ചിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ എന്തായാലും ഇഞ്ചി തന്നെയാണ്. ഇപ്പോൾ സൂര്യാസ്തമയത്തിൻ്റെ സമയമായതുകൊണ്ട് നല്ലൊരു വൈബാണ് മേളിൽ നിന്ന് കാണാനും. അതുകൊണ്ട് തന്നെയല്ലേ വീഡിയോ എടുത്തത്. എൻ്റെ അനിയൻ പണ്ട് മുതലേ പാര വെക്കുന്ന ഒരു പരിപാടിയുണ്ട്. എന്നെ പാര വെക്കുന്ന ഒരു പരിപാടി. ഇപ്രാവശ്യം കല്ലിനെയായിരുന്നു പാര വെച്ചത്. ചെത്തിപ്പൂ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. പണ്ടേ ചെത്തിപ്പൂവിൻ്റെ തേൻ കുടിക്കാൻ നല്ല രസമായിരുന്നു. പണ്ട് മുതലേ ഓലയിൽ തൂങ്ങി കളിക്കുന്ന ഒരു പരിപാടി എനിക്കുണ്ടായിരുന്നു. എന്നാലും തൂങ്ങി അങ്ങോട്ട് പിടിച്ചു തരത്തില്ല, ഓല പോലും സഹകരിച്ചു തരത്തില്ല. എൻ്റെ അനിയനെ പപ്പ ഇങ്ങനെ തൂങ്ങിപ്പിച്ചപ്പോൾ എനിക്ക് വല്ലാത്തൊരാഗ്രഹം തോന്നി. ഞാൻ മറിഞ്ഞടിച്ച് അവിടെ വീഴുകയും ചെയ്തു. എന്തായാലും അമ്മയെ ചൊറിയാൻ നിൽക്കുന്നൊരു പരിപാടി അല്ലെങ്കിലും എൻ്റെ അനിയനുണ്ട്. അതിന് 1-2-3 കെട്ടിക്കഴിഞ്ഞപ്പോൾ അവന് സുഖമായിട്ട് അവൻ്റെ മ്ലാനത നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റുന്നുണ്ടായിരിക്കും. എനിക്കത് വലിയൊരു സന്തോഷ സമയങ്ങളാണ്. ഇനി എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് അവസാനം ഒരു ന്യായീകരണം ഉണ്ടല്ലോ, അതാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കല്ലിനെ വരെ പാരവശം തുടങ്ങി കല്ലിനെ ഉപദ്രവിക്കാനും തുടങ്ങി. ആ പുതിയൊരു തെങ്ങിൻ്റെ തൈ കിട്ടിയല്ലോ. നമുക്കിവിടെ തെങ്ങ് തോട്ടം തന്നെ ആക്കാട്ടോ. എന്തായാലും എന്താ പുതിയ ചെടികളൊക്കെ ഉണ്ട്. ചെടികൾ പോലും സഹരിച്ചു തരുന്നില്ല. പച്ചമുളകിൻ്റെ തൈ കുറേ ഉണ്ട് കേട്ടോ. പക്ഷെ പച്ചമുളകും ഇപ്പം സഹരിച്ചു തരുന്നില്ല. എന്തായാലും പുതിയൊരു ഈവനിങ്ങിന് എല്ലാവരും ആശംസിക്കുന്നു. ബായ്.